രാജഭരണം അവസാനിച്ച് ജനാധിപത്യം വന്നിട്ട് 7.5 പതിറ്റാണ്ട് കഴിഞ്ഞു. എന്നാൽ തമിഴ്നാട്ടിൽ രാജഭരണത്തിന് കുറച്ച് വോട്ടുണ്ടോ എന്നൊരു സംശയം വന്നിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട് പിടുത്തം കണ്ടപ്പോഴാണ് നമ്മുടെ റിപ്പോർട്ടർക്ക് ഈ സംശയം തോന്നിയത്. പല്ലവ, പാണ്ഡ്യ, ചോള, ചേര വംശത്തിലാണെന്ന് അതിലേതാണെന്ന് നോക്കിയിട്ട് നമുക്ക് പിടി കിട്ടിയിട്ടില്ല. എങ്കിലും കണ്ടുവരാം വോട്ടെടുപ്പ് കാലത്തെ ഈ കോയമ്പത്തൂരിലെ കാഴ്ച. അപ്പോൾ ഏത് രാജവംശത്തിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുമായിരിക്കും. നോക്കാം. രാജാതിരാജ, രാജമാർത്താണ്ഡ, രാജഗംഭീര, രാജകുല തിലക, രാജപരാക്രമ, രാജവൈരാഗ്യ, മാമന്നർ 23-ാം പുലികേശി, പരാഗ് പരാഗ് പരാഗ്. കണ്ടിട്ട് ഇതത്ര പുലികേശിയൊന്നുമല്ല, തികച്ചും ശാന്തൻ. വിനയത്തോടെയാണ് ഈ എഴുന്നള്ളത്ത്. കയ്യിൽ നോട്ടീസുണ്ട്, അഭ്യർത്ഥനയാണ്. അരസന്റെ പേര് നൂർ മുഹമ്മദ്. ഇപ്പോൾ മത്സരിക്കുന്നത് കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ. എല്ലോരും തയ്യാറാக இருக்கிறீர்களா? രാജാപ്പാർട്ട് വേഷം കെട്ടി ഇറങ്ങിയ സ്ഥാനാർത്ഥി സീരിയസ് ആയി തന്നെ വോട്ട് പിടുത്തം തുടരുകയാണ്. വാടക കൊടുക്കാനില്ലാഞ്ഞിട്ടാണോ കിട്ടാഞ്ഞിട്ടാണോ എന്തോ മന്നന് മാത്രമേ കിരീടമുള്ളൂ. പുതിയ ഇന്നും മുറുമുறை പാട്. രാജാതിരാജ, രാജമാർത്താണ്ഡ, രാജഗംഭീര, രാജകുല തിലക, രാജപരാക്രമ. കൂടെയുള്ള അമേച്ചർക്കും ഭടനും കിരീടമില്ല, പകരം ഹെൽമറ്റ്. என்றைக்கு என் சின்னத்திற்கு சின்னாபண்ணமாக போகிறீர்கள் என்று தெரியவில்லை. അല്ലല്ല, അങ്ങനല്ല കാര്യം. വാടക കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ല. ഡോ ഭട എന്ന് വിളിക്കുമ്പോൾ നോട്ടീസും കൊടുത്ത് തല ഇങ്ങനെ ചരിച്ച് കുനിച്ച് കാണിക്കണം ഭടനും മന്ത്രിയും. അപ്പോ തലയിലിരിക്കുന്ന ഹെൽമറ്റ് നാട്ടുകാരൻ ഓട്ടർ കാണും. അപ്പോ മാമന്നൻ പറയും, ഇത് താനെങ്കൽ ചിഹ്നം, തലൈക്കവസം, ഹെൽമറ്റാണ്, ഇതാണ് നമ്മുടെ അടയാളം. എൻ സാപത്തിற்கு ആളാകാതീர்கள். ഇലക്ഷൻ ഡെസ്ക് 24.